ഗെയിം കളിക്കേണ്ട കാര്യമില്ല, ഗെയിമിൽ കയറുക, ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടുന്ന ഒരു കിഡിലൻ ഓഫറുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാവും. കാരണം പക്കയാണ്, നിങ്ങളിത് ഫുള്ള് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടത്തില്ല, നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. സോ വീഡിയോ ഫുള്ള് കാണുക. ഞാൻ കൂടുതൽ ഇനി പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 500 രൂപ കിട്ടുന്നതായിരിക്കും. സോ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പക്കയായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലത്തെ കിടിലൻ ഓഫേഴ്സ് നമ്മുടെ ചാനൽ ഓരോ ആഴ്ചയിലും വരുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനലും വരുന്നതായിരിക്കും. സോ ടെലിഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്തിരിക്കുക, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിരിക്കുക. സോ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. സോ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഓഫർ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് പേടിഎം വാലറ്റ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ, ഫോൺ പേ, എല്ലാവർക്കും UPI ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇപ്പോൾ പേടിഎം വാലറ്റ് ആണ്, അതായത് നിങ്ങൾക്ക് UPI ഇല്ല, നിങ്ങൾ പേടിഎം വാലറ്റ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേടിഎം നമ്പർ അടിച്ചിട്ട് ഡോട്ട് ഇട്ടിട്ട് വാലറ്റ് അറ്റ് പേടിഎം അടിക്കുക. അതായത് ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. അതായത് വാലറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പേടിഎം നമ്പർ അടിച്ചിട്ട് ഡോട്ട് ഇടുക, എന്നിട്ട് വാലറ്റ് അറ്റ് പേടിഎം അടിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് പേടിഎം വാലറ്റിലോട്ട് ക്യാഷ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പേടിഎം വാലറ്റിലോട്ടുള്ളവർക്കും 500 രൂപ ഈ ഒരു സംഭവം കിട്ടുന്ന സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അല്ലാതെ UPI ഉള്ളവർ ഫോൺ പേയിലെ UPI അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ UPI അല്ലെങ്കിൽ പേടിഎമ്മിൻ്റെ UPI നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് UPI ആപ്പാണോ അതിൻ്റെ UPI കൊടുത്താൽ മതി ഇവിടെ. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് ഇതേപോലൊരു പേജിലേക്ക് വരും. നമ്മളൊരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അതിനുശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഡൗൺലോഡ് ആയതിനു ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു പേജ് വരും. അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവാൻ പറയും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. റെഫർ കോഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് OTP ഒരു OTP ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ ആപ്ലിക്കേഷൻ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ എമൗണ്ട്, അതായത് ഇവിടെ വാലറ്റിൽ എമൗണ്ട് 0 രൂപീസ് ആയിരിക്കും. ഇവിടെ 0.05 നടക്കുന്നത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും 0 രൂപീസ് ആയിരിക്കും അവിടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും കിട്ടത്തില്ല സൈൻ അപ്പ് ബോണസ് ആയിട്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ, അതായത് നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിലുണ്ടല്ലോ, ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു 5 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ, അതായത് 5 മിനിറ്റൊക്കെ എടുക്കും പേയ്മെൻറ്റ് വരെ. എന്നാലും ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ 5 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് 1 രൂപ വരുന്നതായിരിക്കും. അതായത് കണക്ക് 1 രൂപ അഡ്ഡ 52 ഒക്ടോബർ ഈവൻ എന്നും പറഞ്ഞിട്ട് നമുക്ക് 1 രൂപ വരും. ആ 1 രൂപ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് കിട്ടും. അതായത് ഈ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ഒരു ആപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളിപ്പം പേടിഎം അല്ലെങ്കിൽ UPI അല്ലെങ്കിൽ അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, അതിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അത് കണക്ക് 1 രൂപ നിങ്ങൾക്ക് റിസീവ് ആയിട്ട് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒരു 5 മിനിറ്റ് ഈ ഒരു ആപ്പിൽ നിന്നിട്ട് ഹോം അടിക്കുക ആപ്പിൽ, എന്നിട്ട് കയറി നിങ്ങൾ പേടിഎം വാലറ്റ് ആണെങ്കിൽ പേടിഎം വാലറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള UPI ആപ്പിനകത്ത് കയറിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് എടുക്കും പേയ്മെൻറ്റ് വരാൻ. കാരണം ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് എടുത്തു ഈ 1 രൂപ വരാനായിട്ട്. 1 രൂപ വന്നത് കൺഫേം ആയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൽ കയറുക. ആപ്പിൽ കയറിയിട്ട് ആ മേളിലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ആയിട്ട് 50 രൂപ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എൻ്റർ എമൗണ്ട് സ്ഥലത്തായിട്ട് അവിടെ 250 രൂപയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ 50 രൂപയെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് 50 എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ആഡ് 50 എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേടിഎം, ഗൂഗിൾ പേ അങ്ങനെയുള്ള UPI ആപ്ലിക്കേഷൻ, അതായത് ഫോൺ പേ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഫോൺ പേ ഇൻസ്റ്റാൾ ആവാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാം. അല്ലാതെ പേടിഎം വാലറ്റ് യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് പേടിഎമ്മിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് പേടിഎമ്മിൻ്റെ ഓപ്ഷൻ വരും. അതായത് പേടിഎം വാലറ്റ് വഴി ചെയ്യാനുള്ള ഇതേപോലെ പേടിഎമ്മിൻ്റെ ഒരു ചിഹ്നം കാണും. ഈ ഒരു ഭാഗത്തായിട്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. അപ്പം പേടിഎം വാലറ്റ് വഴി പേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേടിഎം വാലറ്റ് വഴി പേ ചെയ്യാൻ പറ്റും കേട്ടോ. പേടിഎം വാലറ്റിന് KYC ഒന്നും കാര്യമൊന്നും അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. പേടിഎം വാലറ്റിന് നിങ്ങൾക്ക് 50 രൂപ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് പേടിഎം പേയ്മെൻറ്റ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. പേടിഎം
വാലറ്റ് ഉള്ളവർക്ക് ഈ ഒരു ലൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെ വഴി ആഡ് ചെയ്യുക. ഈ ആഡ് ചെയ്യുന്ന 50 രൂപ നമുക്ക് ഇൻസ്റ്റൻ്റ് തിരിച്ച് കിട്ടും കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 50 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. 50 രൂപ ആഡ് ചെയ്തു. അതിന് ശേഷം എന്താണ്ട് 50 രൂപ ആഡ് ചെയ്തതിന് ശേഷം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. അതിന് ശേഷം നമ്മളിതാ ഗോ ടു ലോബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതാ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ കാണാൻ പറ്റുന്ന 50 രൂപ നമ്മുടെ വാലറ്റിൽ ആയിട്ടുണ്ട്. ഈ 50 രൂപ ഇൻസ്റ്റൻ്റ് നമുക്ക് നമ്മുടെ UPI ID വരികയെ അത് ഞാൻ പറഞ്ഞുതരാം. ഓട്ടോമാറ്റിക്കലി വന്നോളും. ഞാൻ ബാക്കി കാര്യങ്ങൾ പറയട്ടെ, എങ്ങനെയാണ് ഈ സംഭവം എന്ന് പറയട്ടെ. നമുക്കിതാ ഇവിടെ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ടേബിൾസ് ഫോർ യു എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ 10 രൂപ /40 രൂപ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഗെയിമിനകത്തേക്ക് നിങ്ങൾ എൻ്റർ ആവുന്നതായിരിക്കും. എൻ്റർ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. താണ്ട ഈ ഒരു മേളിലെടുത്താ കണ്ടോ, കണ്ടോ, ഞാൻ കൈയിട്ട് കാണിക്കുന്നുണ്ടോ, അവിടെ സിറ്റ് ഹിയർ. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും സിറ്റ് ഹിയർ കാണിക്കുന്നത്. അപ്പോൾ ആ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ആ ഗെയിമിൽ ജോയിൻ ആവുക. സിറ്റ് ഹിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ വരും. അതായത് ഒരു കർസർ കണക്കൊരു സംഭവം വരുന്ന ഇത് കണക്കത്തെ ഒരു സംഭവം ഉണ്ട സാധനം കണ്ടോ. ഈ ഒരു ഉണ്ട സാധനം ചിലപ്പോൾ 25 ആയിരിക്കും നിൽക്കുന്നത്. അത് നിങ്ങൾ വലിച്ചങ്ങ് ഇങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ മിനിമം 10 രൂപയിലോട്ടങ്ങ് ആയിക്കോളും. അത് അതിന് ശേഷം നിങ്ങൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബൈ ഇൻ ചെയ്യുക. ബൈ ഇൻ ചെയ്തിട്ട് നിങ്ങൾ ഗെയിം കളിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അപ്പം തന്നെ ജോയിൻ ആവും. നമ്മൾ കണ്ട ഇപ്പം ഞാൻ ജോയിൻ ആയിരിക്കുന്നുണ്ട്. ഇത് കണക്ക് നിങ്ങൾ ഈ ഒരു ടേബിളിൽ ജോയിൻ ആവും. ജോയിൻ ആയിട്ട് നിങ്ങളിവിടെ ഒരു കണ്ടോ, എന്നെ കണ്ടോ, ഞാൻ ഇവിടെ ജോയിൻ ആയിട്ടിരിക്കുന്നുണ്ടോ, ഫൈസറാസ് എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾ ജോയിൻ ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളിവിടെ ഒരു 1 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു 3 ഡോട്ട് കാണാം. 3 വര ഉണ്ടോ, ഒരു 3 വര തമിഴിലായിട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ കാണിച്ചിട്ടുണ്ടോ, ആ 3 വര ഉണ്ട്. ആ 3 വരെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഇതുപോലെ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഇവിടെ എക്സിറ്റ് റൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ എക്സിറ്റ് റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളിത് എക്സിറ്റായി പുറത്ത് വരും. അപ്പോൾ ഒരു ഗെയിം കഴിഞ്ഞു. അതായത് നമ്മളിപ്പം ഒരു ഗെയിമിൽ നമ്മൾ സിറ്റ് ഡൗൺ ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു 3 വരയിൽ ആ 3 വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അത് എക്സിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ഗെയിമിൽ നമ്മൾ കയറിയതിനുള്ള ആയിട്ടുണ്ട്. ഒരു ഗെയിമിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുള്ളതിനുള്ള സംഭവം ആയിട്ടുണ്ട്, വകുപ്പായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ ഒരു ഗെയിമിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഗെയിമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എക്സിറ്റ് ആയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 40 രൂപ. അതായത് 10 രൂപ മറ്റേ ഗെയിമിന് പോയല്ലോ. പക്ഷേ ഒരു 1-2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ പൈസ തിരിച്ച് കയറിക്കോളും. ഒരു കുറച്ച് പൈസ പോയിട്ട് ബാക്കി പൈസ കയറിക്കോളും. 41.05 വന്നുണ്ടോ, അത് കണക്കും കയറിക്കോളും. ഓക്കെ, ഒരു 1-2 മിനിറ്റിനകത്ത് ആ പൈസ അങ്ങ് കയറിക്കോളും. നമ്മൾ കൊടുത്ത പൈസയിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ആ പൈസ അങ്ങ് തിരിച്ച് കയറിക്കോളും. ആ പൈസ തിരിച്ച് കയറിയതിന് ശേഷം നമുക്ക് വീണ്ടും ഗെയിം കളിക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ മറ്റേ 50 രൂപ ആഡ് ചെയ്ത് കൊടുത്തില്ലയോ, ആ 50 രൂപ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മൾ ഈ ഗെയിം കളിച്ച് ഇറങ്ങുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു 50 രൂപ കിട്ടുന്നതായിരിക്കും. എന്താണ്ട 50 രൂപ കിട്ടും. ഇതേപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള UPI ID അല്ലെങ്കിൽ ആ ഒരു Paytm വാലറ്റിലേക്ക് ഈ ഒരു 50 രൂപ കിട്ടിയിട്ടുണ്ടാവും ഇൻസ്റ്റൻ്റ് ആയിട്ട്. അതായത് നമ്മളെ ഗെയിം കളിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്, അതായത് ഒരു 5 മിനിറ്റിനുള്ളിൽ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ എമൗണ്ട് ആഡ് ചെയ്തിട്ട് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം, അതായത് നമ്മൾ ആ ഗെയിം കളിച്ച് തീർന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു 50 രൂപ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള 50 രൂപ തിരിച്ചു കിട്ടും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ കണക്ക്. അതായത് നമ്മളിപ്പം 50 രൂപ അങ്ങോട്ട് ഇട്ട് കൊടുത്തു, 50 രൂപ നമുക്ക് തിരിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഒരു തരത്തിൽ നഷ്ടമൊന്നും വന്നിട്ടില്ല. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാ സംഭവവും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് സംഭവം. അതായത് നിങ്ങളിപ്പം ഒരു തവണ ഗെയിം കളിക്കുമല്ലോ, ഒരു തവണ ഗെയിം കളിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ഈ പൈസ വരുന്നത്, ഈ 50 രൂപ വരുന്നത്. 50 രൂപ വരുമ്പോൾ നമ്മളെ കണക്കെല്ലാം തീർന്നല്ലോ. പക്ഷേ ഒരു തവണ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് 10 രൂപയുടെ സംഭവം കൂടി ആഡ് ആവും. അതായത് ഈ 10 രൂപ ഇപ്പോൾ ആഡ് ആവത്തില്ല, ഈ 10 രൂപ നവംബറിലേ ആഡ് ആവത്തുള്ളൂ. നവംബർ എവിടെ ആഡ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളെ UPI ID അതായത് UPI ID കൊടുത്തിരിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, Paytm അതിനകത്തോട്ട് കയറിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് നവംബറിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് 10 രൂപ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരു 100 തവണ ഗെയിം കളിക്കുകയാണെങ്കിൽ, ഗെയിം കളിക്കണ്ട, ഞാൻ പറഞ്ഞ കണക്ക് ജസ്റ്റ് കയറുക, 1 മിനിറ്റ് അതിനകത്ത് സിറ്റ് ഡൗൺ ചെയ്യുക, എന്നിട്ട് എക്സിറ്റ് കൊടുക്കുക, എന്നിട്ട് വീണ്ടും കയറുക. അപ്പം ഒരു തവണ നമ്മൾ കയറിയിട്ട് എക്സിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഗെയിം റെക്കോർഡാവും. അതായത് ഒരു ഗെയിം കളിച്ചെന്നുള്ള രീതിയിലാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗെയിം കളിച്ചു, അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു 10 രൂപ കൺഫേം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 100 തവണ നിങ്ങൾ പോയി ഗെയിം കളിക്കുക. അതായത് ഇപ്പോൾ അടുപ്പിച്ചാൽ കളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സമയം കിട്ടും. അതായത് ഈ ഒരു ക്യാമ്പയിൻ തീരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 31-ാം തീയതിയാണ്. 31 ഒക്ടോബർ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനകം വെച്ച് നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ നിങ്ങളിരുന്ന് ചുമ്മാ ഗെയിമിൽ കയറുക, എക്സിറ്റ് ചെയ്യുക, ഗെയിമിൽ കയറുക, എക്സിറ്റ് ചെയ്യുക.
അപ്പോൾ അങ്ങനെ നിങ്ങളൊരു 100 തവണ ഗെയിമിൽ കയറി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 രൂപ കിട്ടും. നിങ്ങളങ്ങനെ ഒരു 500 തവണ ചെയ്ത് കഴിഞ്ഞാൽ 220 രൂപ കിട്ടും. നിങ്ങളങ്ങനെ ഒരു 1000 തവണ ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ കിട്ടും. ഇപ്പം ഡേറ്റ് 14 ആയിട്ടേ ഉള്ളൂ, 14 ഒക്ടോബർ ആയിട്ടേ ഉള്ളൂ. ഇത് ഈ ഒരു ക്യാമ്പയിൻ 31 വരെ അവൈലബിൾ ആണ്. അതായത് ആ ഒരു 31 വരെ, അതായത് ആ ഒരു 31-ാം ദിവസം വരെ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് വെച്ച് ഗെയിമിൽ കയറുക, എക്സിറ്റ് ആവുക, അങ്ങനെ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കണക്ക് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഓൾറെഡി ഗെയിം ഒരെണ്ണം കയറി കഴിഞ്ഞു, അപ്പോൾ ഓൾറെഡി 10 രൂപ കൺഫേം ആയി. പിന്നെ ഇനിയിപ്പം 31 തീയതി വരെ സമയമുണ്ട്. അതിനകം വെച്ച് നിങ്ങൾ ഫോണിൽ ആപ്പ് ഇട്ടേക്കുക. എന്നിട്ട് ഫോണിൽ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ആയി കിടക്കുമല്ലേ, അപ്പം സമയമുള്ളപ്പോഴൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കളിക്കുക. ഓക്കെ, അപ്പോൾ 1000 തവണ കളിച്ച് കഴിഞ്ഞാലാണ് 500 രൂപ കിട്ടുന്നത്. 1000 തവണ കളിക്കേണ്ട, ജസ്റ്റ് ചുമ്മാ കയറി എക്സിറ്റ് ചെയ്താൽ മതി. അതായത് നിങ്ങളിങ്ങനെ ഓരോ ദിവസമൊക്കെ ഒരു 5ഉം 10ഒക്കെ വെച്ചങ്ങ് ചെയ്യുക. 100 തവണ കയറി കഴിഞ്ഞാൽ 40 രൂപ, 500 തവണ കയറി കഴിഞ്ഞാൽ 220 രൂപ, 1000 തവണ കയറി കഴിഞ്ഞാൽ 500 രൂപ. ഓക്കെ, അപ്പം പേയ്മെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ ഫസ്റ്റ് വീക്ക്, അതായത് ഈ ഒരു ക്യാമ്പയിൻ ഓവറായി അടുത്ത ആഴ്ച തന്നെ, അതായത് 31-ാം തീയതി ഓവറാവും. നവംബർ തുടങ്ങി ആദ്യത്തെ ആഴ്ച തന്നെ പേയ്മെൻറ്റ് വരും. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ടെലിഗ്രാം ചാനലിൽ നിങ്ങളെല്ലാവരും ജോയിൻ ആയിക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിനായി നിൽക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുമ്പോൾ, അതായത് ഈ ഒരു കളിച്ചതിൻ്റെയൊക്കെ പൈസ തരണമല്ലോ, 100 തവണ കളിച്ചതിന് 20, അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് തരുന്നത് നവംബറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നവംബറിൽ ചിലപ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ ആദ്യത്തെ ആഴ്ച അടുത്ത ദിവസം തന്നെ കിട്ടായിരിക്കും. അതായത് അടുത്ത ദിവസം, അതായത് നവംബർ ഫസ്റ്റ് തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പം നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് പേയ്മെൻറ്റ് കൊടുത്തെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. അവിടെ നിങ്ങൾ ജോയിൻ ആവുക. അവിടെ അല്ലാതെ തന്നെ വേറെ കുറേ ലൂട്ട്സ് ഇടുന്നുണ്ട്, അതേപോലെ തന്നെ വേറെ കുറേ ഓഫേഴ്സും ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാടധികം പേയ്മെൻറ്റ് പ്രൂഫ്സ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്ട് ഒരു ബ്രോയ്ക്ക് ഇതേപോലെ ഒരുപാടധികം എമൗണ്ട് കിട്ടിയതിൻ്റെ പ്രൂഫൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്കൊക്കെ ഇട്ട് അതിൻ്റെ വോയിസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാടധികം ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയി നിന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ കിട്ടും. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. നമ്മൾ അത് അറിയിക്കുന്നതായിരിക്കും, എപ്പോഴാണ് പേയ്മെൻറ്റ് വരുന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിയിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ജോയിൻ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമ്മൾ മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയിട്ട് നമ്മുടെ പേരിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മോർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് മീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോട്ട് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് അടിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനോടൊപ്പം ടെലിഗ്രാം പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ, ടെലിഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ അല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലായാലും ജോയിൻ ചെയ്താൽ മതി. അവിടെയും ഇതേ സെയിം ലൂട്ട്സ് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക. അതേപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ അറിയിക്കും, വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പം എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് തന്നാൽ മതി. ഓക്കെ, അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്രൂഫ് കാണിച്ചു തരാൻ മറന്നുപോയി. പ്രൂഫ് കാണിച്ചു തരാം. ഇതാണ് പ്രൂഫ് കേട്ടോ. 500 രൂപ കിട്ടിയതിൻ്റെ ഒരു പ്രൂഫാണിത്. 500 രൂപ കിട്ടിയതിൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പം ഓക്കെ, ബൈ. കണ്ടല്ലോ. അപ്പോൾ ശരി, ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനി വരാം. ബൈ.